ഒരുപാട് 1-2 മാസത്തിന് ശേഷം ഒരു നല്ലൊരു പർച്ചേസിങ് വ്ളോഗുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജാസ്ര ഡിസൈൻസ് ആൻഡ് വ്ളോഗ്സ്. ഞാൻ ഇതുവരെയായിട്ട് എല്ലാ വീഡിയോസിനും നിങ്ങൾ അടിപൊളിയായിട്ട് തന്നെ എനിക്ക് റെസ്പോൺസ് തന്നിട്ടുണ്ട്. എനിക്ക് അത്രക്കും സന്തോഷമായിട്ടുണ്ട് ഓരോ വീഡിയോസിൻ്റെ ഓരോ കമൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പം. അപ്പം ഞാൻ സാധനം എടുക്കാൻ പോലെ മഞ്ചേരി ഹോൾസെയിൽ ഷോപ്പ് കേട്ടോ ഒന്നിച്ച്, അല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെയാണ് എടുക്കൽ. ഒന്നായിട്ട് വാങ്ങാൻ പോകുമ്പോൾ മഞ്ചേരി ഷോപ്പിലേക്കാണ് പോകൽ. ബൈക്കിനാണ് പോയിട്ട്, സാധാരണ ഞാൻ ബസ്സിന് പോയിട്ട് ഞാൻ സാധനമൊക്കെ വാങ്ങി തിരിച്ചു പോരില്ല. പക്ഷേ ഈ മഴയും കാര്യങ്ങളൊക്കെ ആയപ്പം ബൈക്കിന് പോകാൻ മടിച്ചിട്ട് കെട്ടിയവനെ കിട്ടുവോളം കാത്തു നിന്നതാണ്. അങ്ങനെ ഒരു ദിവസം കെട്ടിയവൻ പണി നിന്ന് വന്നപ്പോൾ ഇന്നലെ തന്നെ പോയി വൈകുന്നേരം. പക്ഷെ നല്ല മഴ ഉണ്ടായിന് കേട്ടോ. ഞാൻ മഴ കൊണ്ട് തന്നെയാണ് അങ്ങോട്ട് പോയത്. പിന്നെ ഇങ്ങോട്ട് പോന്നപ്പം ബട്ടൺ ഹൗസിൽ നിന്ന് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിയാണ് പോരുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കാൻ പറഞ്ഞതിന് അപ്പോൾ കുറച്ച് വീഡിയോസ് ക്ലിപ്സും കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിൽ കാണുന്നതൊക്കെ പിന്നെ എന്തൊക്കെയാണ് വാങ്ങിയത് എന്നുള്ളതൊക്കെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് സാധനമാണെങ്കിലും നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ അത്യാവശ്യം റോള് കാര്യങ്ങൾ എടുക്കുമ്പോൾ നല്ല ക്യാഷ് നമ്മളെ കയ്യിൽ നിന്ന് പൊട്ടും. പിന്നെ അതൊക്കെ നമ്മളൊരാവശ്യമുള്ള കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ യൂണിഫോം ടൈമിലൊക്കെയാണ് കറക്റ്റായിട്ട് സാധനങ്ങൾ അത്യാവശ്യം വാങ്ങൽ കേട്ടോ. കാരണം ഈ സമയത്ത് നമുക്ക് കുറച്ച് ക്യാഷ് കയ്യിലേക്ക് വരുന്ന ടൈമാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വാങ്ങാം. നല്ല അടിപൊളിയായിട്ട് ഇതിൽ കണ്ടല്ലോ നല്ല നല്ല ലേസുകളുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് മുഴുവെടുത്ത് പോരാൻ തോന്നും കണ്ടാൽ. അത്രക്കും അടിപൊളിയായിട്ടുള്ള ബീഡ്സിൻ്റെ ലേസ്, സ്റ്റോണായിട്ട് ബീഡ്സായിട്ട്, അതേപോലെ തന്നെ ത്രെഡ് ലേസുകൾ, അതേപോലെ എല്ലാ ഐറ്റം സ്റ്റോണുകൾ, എല്ലാ ഐറ്റം ലേസുകളും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. അതേപോലെ നൂലുകൾ, എല്ലാ നൂലുകളും എല്ലാ ടൈപ്പും അവിടുന്ന് കിട്ടാത്തൊരു എനിക്ക് ആകെ ഒരു സാധനം മാത്രമേ അവിടുന്ന് കിട്ടാത്തുള്ളൂ. എൻ്റെ മെഷീൻ ക്ലീൻ ചെയ്യണ ബ്രഷ്. അതതിൻ്റെ നേരെ ബാക്കിൽ തന്നെ ഒരു നല്ലൊരു മെഷീൻ്റെ ഷോപ്പുണ്ട്. അതിൻ്റെ വീഡിയോസ് ഞാൻ എടുക്കാൻ മറന്ന് പെട്ടെന്ന്, കാരണം ഇവിടെ തന്നെ ടൈം പോയതുകൊണ്ട് തന്നെ കിട്ടും. അത് വാങ്ങിയിട്ട് പെട്ടെന്ന് വരണം കേട്ടോ, അവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് വാങ്ങിയിട്ട് പോരുക ചെയ്തത്. ആ ബ്രഷൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് പുതിയ സ്റ്റാൻഡിക്ക് ചാടണേൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് വലതേ ഭാഗത്ത് വരുന്ന ഷോപ്പാണ് കേട്ടോ. വലതേ ഭാഗത്ത് ഉള്ളിലാണ് ഷോപ്പ് വരുന്നത് കേട്ടോ. അതായത് MKABC എന്നുള്ളതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട്. അപ്പോൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എന്താ വാങ്ങിയെന്നൊക്കെ നമുക്ക് നോക്കിയാലോ. കേട്ടോ, വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു. ആദ്യം വാങ്ങിയിട്ടുള്ളത് ക്യാൻവാസാണ് കേട്ടോ. HMPൻ്റെ 20 മീറ്ററാണ് ഇതിലുണ്ടാവുക. ഈ ഒരു ക്യാൻവാസാണ് ആദ്യം വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു സാധനം, കാരണം എൻ്റെ മെഷീന് ക്ലീൻ ചെയ്യാനുള്ളതാണ് കേട്ടോ. ഈ ഒരു സാധനം അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുണ്ട് മെഷീന്. ഈ ഒരു ഇതിൽ നല്ല റഫായിട്ടുള്ള സ്റ്റിച്ചിങ് തന്നെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്ലീനിങ് ഉണ്ട് കേട്ടോ. നല്ല ഹെവി ആയിട്ടുള്ള ക്ലീനിങ് തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബ്രഷ് ഞാൻ ഇതിപ്പോൾ കാണാം കേട്ടോ. ഈ ഒരു ബ്രഷിൻ്റെ അടുത്തുണ്ട്, അതിനത് കാണാനില്ല. ഇനിയപ്പം കിട്ടുന്നതൊരു ആട്ടമൊക്കെ ഉണ്ട്, എന്താ ആവുകയെന്നറിയില്ല. ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം വീഡിയോ. അടുത്ത് വാങ്ങിയിട്ടുള്ളത് അലാസ്റ്റിക്കാണ്. കണ്ടല്ലോ, ഇതാണ് അലാസ്റ്റിക്കിൻ്റെ 3T എന്ന് പറഞ്ഞ കമ്പനിയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നല്ല കമ്പനിയാണ് കേട്ടോ. അതുപോലെ അടുത്ത് കഴിച്ച് നോക്കിയതുണ്ട്, അത് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ അതെടുത്തത്. അപ്പം ഒന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം വെട്ടിയിട്ട്. ഇതാണ് വരുന്നത്, കണ്ടല്ലോ. വലിയൊരു ഓക്കെയാണ് കേട്ടോ. ടെമ്പറൊക്കെ പെട്ടെന്ന് ലൂസായി നിൽക്കണില്ല, നമ്മൾ വിട്ടാൽ നല്ല ഇത് വരുന്നുണ്ട് അത്യാവശ്യം. ഇതും 20 മീറ്ററാണെന്ന് എനിക്ക് തോന്നണേ. ഞാൻ അങ്ങനെ ഒരു റോളാണ് അലാസ്റ്റിക് എപ്പോഴും എടുക്കൽ കേട്ടോ. അപ്പം അലാസ്റ്റിക്, ക്യാൻവാസ് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ റോളായിട്ട് എടുക്കാനാണ് ശ്രദ്ധിക്കൽ ഇങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ അടുത്ത് വാങ്ങിയിട്ടുള്ളത് കുറച്ച് നൂലും സിബുകളുമാണ് കേട്ടോ. ഇത് മെഷീന്, അതായത് ഫാഷൻ മേക്കറിന് എണ്ണ കൊടുക്കണം എന്ന് കരുതിയിട്ട് വാങ്ങിയതാണ്. അതേപോലെ തന്നെ 2 ഡ്രസ്സ് അടിക്കാൻ ആ കൂട്ടത്തിൽ ഒരു സിബും ഒരു ടാപ്പ്. ഇത് ഒന്ന് ഫാഷൻ മേക്കറിനുള്ള സൂചിയാണ്, ഒന്ന് പവർ മെഷീനുള്ള സൂചിയാണ്. അങ്ങനെ 2 പാക്ക് സൂചി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലോ, ഒന്ന് DB എന്നും ഒന്ന് HA×1 വരുന്നതാണ്. ഇത് 14ആണ്, ഒന്ന് 16ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. പിന്നെ നൂല് വൈറ്റ് ബ്ലാക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായി. അപ്പോൾ 2 ബ്ലാക്കും ഒരു വൈറ്റും, വൈറ്റ് കുറച്ചൊക്കെ ഉണ്ട്. ഇത് പിന്നെ യൂണിഫോമിൻ്റെ നൂലാണ്. ഇത് ആ ഡ്രസ്സ് അടിക്കാനുള്ള നൂലാണ് കേട്ടോ സിബ് വാങ്ങിയ. പിന്നെ ഇങ്ങനെ ഒരു മുട്ട് സൂചി. ഇത് പിന്നെ എത്ര വാങ്ങിയിട്ടും കാര്യമില്ല, എത്ര എന്ന് പറഞ്ഞാൽ എത്ര വാങ്ങിയിട്ടും കാര്യമില്ല. അപ്പക്കപ്പളെ അത് കയ്യിലെ പോകണമെന്ന് മാത്രം കാണലില്ല ഞാൻ. പിന്നെ അതേ ഒരു കുപ്പി ഓയിൽ. ഇതിന് ഏകദേശം 160 എങ്ങാനും റേറ്റ് ഉണ്ട് കേട്ടോ.
ഒരു കുപ്പി 1 ലിറ്ററിൻ്റെ ഓയിലാണ് വാങ്ങിയിട്ടുള്ളത്. കാരണം മെഷീൻ്റെ ഓയിലൊക്കെ മാറ്റാനായിട്ടുണ്ട്. ഇത് പിന്നെ മറ്റേ ബ്രൗൺ പേപ്പറാണ് കേട്ടോ, നല്ല നീളത്തിൽ വരുന്ന. ജസ്റ്റ് എനിക്ക് 1-2 വീഡിയോസ് നിങ്ങൾക്ക് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്, കട്ടിങ്ങും കാര്യങ്ങളും കാണിച്ച് തരാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണിത്. പേപ്പർമേലൊക്കെ ആകുമ്പോൾ വരച്ചിട്ട് കാണുന്നില്ല, അതുകൊണ്ട് വാങ്ങിയതാണ്. പിന്നെ അടുത്ത് വാങ്ങിയിട്ടുള്ളത് ഇത് മാറിൻ്റെ ക്യാൻവാസാണ് കേട്ടോ, അതായത് ഷർട്ടിനൊക്കെ യൂസ് ചെയ്യുന്ന ക്യാൻവാസാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ റേറ്റ് ചോദിച്ചാൽ ഇതിന് വന്നിട്ടുള്ളത് 160. ഇതൊരു 20 റോളിന് വന്നിട്ടുള്ളത് 160. ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഷോപ്പിൽ നിന്നാണ്, പക്ഷേ ഞാൻ ലിങ്ക് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇതിനും എനിക്ക് വന്നിട്ടുള്ളത് എത്ര 130 160 അത്ര തന്നെ. ജസ്റ്റ് ഉണ്ട്, ഞാൻ ബില്ലുണ്ട്, ഞാൻ പറഞ്ഞു കേട്ടോ. ഇതിൽ അലാസ്റ്റിക്കിന് വന്നിട്ടുള്ളത് 200 കേട്ടോ. റേറ്റ് മാറിയിട്ടുണ്ട്. ഇത് ഞാൻ ഒരിക്കൽ എടുത്തത് മാറ്റി വാങ്ങിയതാണ്. പിന്നെ 1.25 റോളിന് വന്നിട്ടുള്ളത് 60 രൂപയാണ്. ഈ റോളിന് വന്നിട്ടുള്ളത് 800 ഓപ്പൽ. എന്താ എനിക്ക് സാധനം മനസ്സിലായില്ല കേട്ടോ. നൂലാന്ന് തോന്നുന്നത്. പിന്നെ ഹമ്മർ ബോളി നൂലിൻ്റെ 20. പിന്നെ ഓയിലിൻ്റെ ബോട്ടിലിന് വന്നിട്ടുള്ളത് 10 റുപ്യാണ്. ഈ ഒരു പ്ലെയിൻ ബോട്ടിലിന് വന്നിട്ടുള്ളത് 10 റുപ്യാണ്. പിന്നെ ഓയിലിൻ്റെ ക്യാനിന് വന്നിട്ടുള്ളത്, പിന്നെ സിബ് വന്നിട്ടുണ്ട്, കിങ് നീഡിൽ വന്നിട്ടുണ്ട്. നീഡിലിനൊക്കെ 100-110 രൂപയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ 160 രൂപയാണ് ഈ ഓയിലിന് വന്നിട്ടുള്ളത്, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ബ്രൗൺ പേപ്പറിന് 15. പിന്നെ 10 മീറ്ററിൻ്റെ MP, ഇത് 10 മീറ്ററാണ് കേട്ടോ HMP. ഇതിനാണ് 120 വന്നിട്ടുള്ളത്. HMP പേപ്പർ ഇത് 10 മീറ്ററാണ് 170 രൂപ. അതേപോലെ തന്നെ ഒരൊറ്റ പാക്ക് ഒരു റോള് വന്നിട്ടുള്ളത് ഇതിന് 200. അപ്പം നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കട്ടോ, ഒരു കൈ നോക്കാം. കാരണം ഞാൻ എപ്പോഴും ഹോൾസെയിലിൽ പോയിട്ടാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കൽ. മുറിച്ച് വാങ്ങുമ്പോൾ നമുക്ക് നല്ല നഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇതൊരു പർച്ചേസിങ് വീഡിയോ വ്ളോഗായിരുന്നു. അടുത്ത ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ ഓരോരോ ഘട്ടമായിട്ടുള്ള വീഡിയോസും അതിൻ്റെ ഇടയിൽ കൂടെ നല്ല മോട്ടിവേഷൻ വീഡിയോസുമായി വരുന്നത് വരെ ബായ്. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.